ഹായ് ഓൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ള അല്ലെങ്കിൽ ബിടെക് ഉള്ള ഒരാളാണെങ്കിൽ PSC ഉടൻ തന്നെ വിളിക്കാൻ പോകുന്നൊരു കാറ്റഗറിയാണ് എന്ത്, മെക്കാനിക്കലിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ അല്ലെങ്കിൽ പോളിടെക്നിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നൊരു പോസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ തന്നെയാണ്. ലാസ്റ്റ് മൊഡ്യൂളിലെ ഒരു മെയിൻ പോർഷൻ, ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. അതിനകത്തുള്ള ഒരു മെയിൻ പോർഷൻ ആണ് എന്ത്, സൈക്രോമെട്രി അല്ലെങ്കിൽ സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ എന്താണ് സൈക്രോമെട്രി എന്ന് വെച്ചാൽ, സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയറിന്റെ പ്രോപ്പർട്ടീസിനെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്, സൈക്രോമെട്രി എന്ന് പറയുന്നത്. ഇനി മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ എന്താ, ഡ്രൈ എയറും വാട്ടർ വേപ്പറൂടെ ചേർന്നതാണ് എന്ത്, മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ മോയിസ്റ്റ് എയറിനകത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, ഡ്രൈ എയർ എന്ന് വെച്ചാൽ എന്താ, വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത എയർ ആണ് ഡ്രൈ എയർ എന്ന് പറയുന്നത്. അതേപോലെ വാട്ടർ വേപ്പറോട് അതിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, മോയിസ്റ്റ് എയർ കിട്ടുന്നു. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എയർ കണ്ടീഷനിങ്, നമ്മൾ AC-യിലൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ റെഫ്രിജറേഷൻ, ഡ്രൈയിങ് സിസ്റ്റം ആൻഡ് കൂളിംഗ് ടവർ, ഇവിടൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈക്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈക്രോമെട്രിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ. മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ എന്താണ്, ഡ്രൈ എയറും വാട്ടർ പേപ്പറിന്റെയും കൂടെ ഒരു മിക്സറാണ് മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന സമയങ്ങളിൽ നമ്മൾ കുറെ ടേംസ് പറയും. അതിൽ ഒന്നാമത്തെ ടേം ആണ് എന്ത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പറയുന്ന ഒരു ടേം ആണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT എന്ന് പറയും. നമ്മൾ ടെമ്പറേച്ചർ കേട്ടിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോക്കാം. മെഷേർഡ് യൂസിങ് ആൻ ഓർഡിനറി തെർമോമീറ്റർ, ഒരു സാധാരണ തെർമോമീറ്റർ കൊണ്ട് മെഷർ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ആണ് എന്ത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുക. ഇൻഡിക്കേറ്റ്സ് ആക്ച്വൽ എയർ ടെമ്പറേച്ചർ, നമ്മുടെ എയറിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് എന്ത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ല, നമുക്ക് വേറൊരു ടെമ്പറേച്ചർ ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ WBT എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കണക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു റിലേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ DBT ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു WBT എന്ന് വെച്ചാൽ, ഈ WBT എന്ന് വെച്ചാൽ എപ്പോഴും കുറവായിരിക്കും DBT-യെക്കാട്ടിലും. അപ്പൊ DBT എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒന്നെങ്കിൽ ഈക്വൽ ടു WBT ആയിരിക്കും, അല്ലെങ്കിൽ എന്താ, WBT-യെക്കാട്ടിലും എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ കണക്റ്റിംഗ് റിലേഷൻ പറയുക. ഇനി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നെ അടുത്തൊരു ടേം ആണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താ, ആർദ്രത എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിന്റെ അളവാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയാം. മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ kg ഓഫ് ഡ്രൈ എയർ എന്ന് വെച്ചാൽ നമ്മൾ 1 കിലോ ഡ്രൈ എയർ എടുത്താൽ അതിനകത്തുള്ള വാട്ടർ കണ്ടന്റിന്റെ അളവാണ് എന്ത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സ്പെസിഫിക് എന്ന് വെച്ചാൽ തന്നെ നമുക്കവിടെ ഒരു മീനിങ് ഉണ്ട്, 1 kg അല്ലെങ്കിൽ നമ്മൾ പെർ 1 എന്ന് പറയാറുണ്ട് എപ്പോഴും. അപ്പൊ നമ്മൾ നോക്കുക, മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ kg ഓഫ് ഡ്രൈ എയർ ആണെന്ത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹ്യൂമിഡിറ്റി റേഷ്യോ. അപ്പൊ ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തന്നെയാണ് എന്ത്, ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൈക്രോമെട്രിക് ചാർട്ട് പറയുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന 2 ലൈൻസ് ആണ്, അവിടുത്തെ വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും. ഓക്കെ, ഈ സൈക്രോമെട്രിക് ചാർട്ടിലെ വെർട്ടിക്കൽ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെയാണ്. അപ്പൊ നമ്മുടെ X ആക്സിൽ കിട്ടുന്ന എന്താ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. ഇനി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതേ ചാർട്ടിൽ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ്, അതും ഈ സൈഡിലല്ല, ഈ റൈറ്റ് സൈഡിൽ Y ആക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടും. അപ്പോൾ വെർട്ടിക്കൽ ലൈൻസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഹൊറിസോണ്ടൽ ലൈൻസ് റൈറ്റ് സൈഡ് കിട്ടുന്ന എന്താണ്, ഹ്യൂമിഡിറ്റി റേഷ്യോയോടാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കാണ്ട് എപ്പോഴും കുറവായിരിക്കും. ഓക്കെ, മെഷേർഡ് യൂസിങ് എ വെറ്റ് ക്ലോത്ത് കവേർഡ് തെർമോമീറ്റർ, നമ്മുടെ ഈ തെർമോമീറ്റർ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കിട്ടുന്ന ആ ടെമ്പറേച്ചർ ആണ് എന്ത്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൾവേസ് ലോവർ ദാൻ DBT എക്സെപ്റ്റ് അറ്റ് സാച്ചുറേഷൻ. സാച്ചുറേഷനിലല്ല, സാച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താ, 100% അച്ചീവ് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100%
മോയ്സ്ചർ ആയി എന്ന് വിചാരിക്കുക. അത് ആ ഒരു സമയത്തല്ലാതെ ബാക്കി എല്ലാ സമയത്തും എന്താണ് DBTയെക്കാളും എപ്പോഴും കുറവായിരിക്കും WBT എന്ന് പറയുന്നത്. അറ്റ് സാച്ചുറേഷൻ DBT ഈക്വൽ WBT. സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ എന്താണ് DBTയും WBTയും സെയിം ആണ്. ഓക്കെ, ഇനി ഈ ഒരു തെർമോമീറ്റർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സൈക്ലോമീറ്റർ എന്ന് വിളിക്കാം. സ്ലിംഗ് സൈക്ലോമീറ്റർ നമ്മൾ വിളിക്കുന്നത്. ഇതൊന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഹാൻഡിൽ കണ്ടോ, ഈ ഹാൻഡിൽ വെച്ച് നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം അറ്റ്മോസ്ഫിയറിൽ. ഒരു സെക്കൻഡ് 2 സെക്കൻഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡ് കിട്ടുന്നതാണ് എന്ത് DBT എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കിയേ, ഇവിടെ ഒരു ബൾബ് കവേർഡ് വിത്ത് വെറ്റഡ് വിക്ക്. ഒരു വെറ്റഡ് വിക്ക് എന്ന് വെച്ചാൽ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് ബൾബ്. ഇവിടുത്തെ തെർമോമീറ്ററിന്റെ ബൾബ് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ നോ കവറിങ് അല്ലെ, ഇവിടെ കവറിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡ് കിട്ടുന്നത് DBTയും ഈ വെറ്റഡ് വിക്ക് കൊണ്ട് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന സൈഡിൽ കിട്ടുന്ന WBT ആണ്. അപ്പൊ WBTയും DBTയും ഒരേപോലെ നമുക്ക് കിട്ടുന്ന ഒരു തെർമോമീറ്റർ ആണ് ഇത്. നമുക്ക് സ്ലിംഗ് സൈക്ലോമീറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ DPT എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് മോയ്സ്ചർ ബിഗിൻസ് ടു കണ്ടൻസ്. ആ ഒരു മോയ്സ്ചർ കണ്ടൻസ് ചെയ്ത് പിന്നെയും ലിക്വിഡ് ആവാൻ തുടങ്ങുന്നു. ആ സമയത്തുള്ള ടെമ്പറേച്ചർ ആണ് എന്ത് DPT എന്ന് പറയുന്നത്. DPT അല്ല, DPT എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഈ കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സ്റ്റീം തിരിച്ച് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വാട്ടർ ആകുന്ന പ്രോസസ് ആണ് എന്ത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലാണ്. അപ്പൊ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലാണ് എന്ത് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും നമുക്ക് സൈക്ലോമെട്രിക് ചാർട്ടിൽ എവിടെയാണെന്ന് നോക്കിയാൽ ഈ സെയിം സൈക്ലോമെട്രിക് ചാർട്ടിൽ തന്നെ നമ്മളിങ്ങനെ സ്ലാൻഡിങ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ലാൻഡിങ് ലൈൻസ് ആണ് എന്ത് നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആണെങ്കിലോ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് തന്നെ നമുക്ക് ഈ ഒരു ലൈൻസ് ഇങ്ങനെ നമുക്കൊന്ന് ഇന്റർസെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും സൈക്ലോമെട്രിക് ചാർട്ടിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലേ കിട്ടുന്നത്. പക്ഷെ അങ്ങനല്ല, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് റൈറ്റ് സൈഡിൽ എൻഡിലാണ് കിട്ടുന്നത്. പക്ഷെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് അങ്ങനല്ല. നമുക്ക് ഈ ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെ അതേ ലൈനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ഇനി അടുത്തൊരു ടേമാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ നോർമലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് RH ആണ്. അതല്ല നമ്മൾ ഫൈ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ വെച്ചും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ RH എന്ന് വെച്ചാൽ ആക്ച്വൽ വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ സാച്ചുറേഷൻ വേപ്പർ പ്രഷർ ഇൻറ്റു 100. നമ്മൾ പെർസെൻറ്റേജിലാണ് എന്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി RH പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മളെ സൈക്ലോമെട്രിക് ചാർട്ട് നോക്കിയാൽ അതായത് ഒരു പ്രത്യേക ഷേപ്പാണ് അതിന്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 100% സാച്ചുറേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ലൈനിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, 100% ആയിരിക്കും. ഇതിന് താഴേക്കുള്ള ഓരോ കർവ് നോക്കിയാലും ഒരു 20% കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നോക്കിയാൽ അടുത്ത ലൈൻ ആണെങ്കിൽ 80%, അത് കഴിഞ്ഞ് 60%, 40%, 20%, അങ്ങനെ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ആണ് ഈ കർവ്സ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്നതന്നെ ആ ഒരു കർവിനെ വിളിക്കുന്ന പേരെന്താ, സാച്ചുറേഷൻ കർവ് എന്നാണ്. അവിടെ എന്താണ് 100% ആയിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത്. ഓക്കെ, അടുത്ത 2 ഇമ്പോർട്ടന്റ് ടേംസ് ആണ് എൻതാൽപ്പിയും സ്പെസിഫിക് വോളിയവും. നമ്മൾ എൻതാൽപ്പി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ടേമാണ് എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയാൽ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് മോയ്സ്ചർ. നമ്മുടെ മോയ്സ്ചറിനകത്തുള്ള ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി. നമ്മൾ എൻതാൽപ്പി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, സ്മോൾ ലെറ്റർ H കൊണ്ടാണ്. ക്യാപിറ്റൽ H നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അത് നമ്മൾ എൻതാൽപ്പി എന്ന് പറയും. സ്മോൾ h സ്പെസിഫിക് എൻതാൽപ്പി ആണ്. നമ്മൾ സൈക്ലോമെട്രിക് ചാർട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് സ്പെസിഫിക് എൻതാൽപ്പി ആണ്. ഇനി സ്പെസിഫിക് വോളിയം ആണെങ്കിൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ മോയ്സ്ചർ. നമ്മുടെ ആ ഒരു മോയ്സ്ചറിന് വേണ്ട വോളിയമാണ് എന്ത്, അല്ലെങ്കിൽ മോയ്സ്ചറിന് ആവശ്യമായ വോളിയമാണ് എന്ത്, സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂ റോമൻ ലെറ്റർ ന്യൂ ആണ് നമ്മൾ, റോമൻ ലെറ്ററിൽ സ്മോൾ ലെറ്റർ ന്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ,
ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞു സൈക്രോമെട്രിക് ചാർട്ട് എന്നല്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോയ്സ്ചർ പ്രോപ്പർട്ടീസ്. നമ്മുടെ മോയ്സ്ചറിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഒരു ഗ്രാഫ് വരച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ഡിറ്റർമൈൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എൻതാൽപ്പി ആൻഡ് ഡ്യൂ പോയിന്റ്. ഈ ഒരു ഇത്രയും ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എൻതാൽപ്പി, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ഒരു സൈക്രോമെട്രിക് ചാർട്ടിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണ്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേപ്പർ പ്രഷർ മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് ഡ്രൈബിൾ ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും, ഇവിടെ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതേപോലെ ഈ ഒരു കർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ആണ്. അതുപോലെ നോക്കിയേ, ഈ ഒരു സ്കെയിൽ കണ്ടോ, ഈ ഒരു സ്കെയിൽ കണ്ടോ, അതെന്ന് പറയുന്നത് എൻതാൽപ്പിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് കളർ ലൈൻ എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണ്. അതേപോലെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കുറെ പിങ്ക് ലൈൻസ് കാണാൻ പറ്റും അല്ലെ, ഈ ലൈൻസ് കണ്ടോ, ഈ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് വോളിയം ലൈൻസ് ആണ്. നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് കുറെ ഡേറ്റാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിലെ കമ്പോണൻസ് നോക്കിയാൽ ഡ്രൈബിൾ ടെമ്പറേച്ചർ ലൈൻസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്, RH കർവ് എന്ന് വെച്ചാൽ എന്താ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെ, RH കർവ്സ് ഉണ്ട്. ഹ്യൂമിഡിറ്റി റേഷ്യോ ലൈൻസ് എന്ന് വെച്ചാൽ എന്താ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹ്യൂമിഡിറ്റി റേഷ്യോ ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ എൻതാൽപ്പി ലൈൻസ് ഉണ്ട്, സ്പെസിഫിക് വോളിയം ലൈൻസ്, പിന്നെ സാച്ചുറേഷൻ കർവ്. ഈ സാച്ചുറേഷൻ കർവ് എന്ന് പറയുന്നത് നമ്മുടെ RH കർവിൽ വരുന്ന ഒരു കർവ് തന്നെയാണ്, പക്ഷെ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സാച്ചുറേഷൻ കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സാച്ചുറേഷൻ കർവ് എന്താണെന്ന് നോക്കാം. അപ്പർ ബൗണ്ടറി ഓഫ് ചാർട്ട്, നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ട് ഒരു ഏകദേശ രൂപ ഇതല്ലേ, ഇതിന്റെ അപ്പർ ബൗണ്ടറി ഈ ഒരു ഭാഗമാണ് എന്ത്, സാച്ചുറേഷൻ കർവ് എന്ന് പറയുന്നത്. റെപ്രസെന്റ് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. RH എന്ന് പറയുന്നത് എന്തായിരിക്കും, 100% ആയിരിക്കും. അതാണ് നമ്മുടെ സാച്ചുറേഷൻ കർവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സൈക്രോമെട്രിക് പ്രോസസ്സുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രോസസ് ആണ് സെൻസിബിൾ ഹീറ്റിംഗ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടും, മോയ്സ്ചർ കണ്ടന്റ് റിമെയിൻ കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈബിൾ ടെമ്പറേച്ചർ കൂടുകയും അതേപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റിന് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ ഒരു ഏകദേശം ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു ലൈൻ ആണ് എന്ത്, നമ്മുടെ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഈ 1ൽ നിന്ന് 2ലേക്ക് പോകുന്നതോടെ എന്താണ്, ഡ്രൈബിൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, പക്ഷെ എന്താണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാറുന്നില്ല. അതാണ് എന്ത്, സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്പോസിറ്റ് ആണ് എന്ത്, സെൻസിബിൾ കൂളിംഗ്. എന്ന് വെച്ചാൽ ഡ്രൈബിൾ ടെമ്പറേച്ചർ കുറയും. എന്ന് വെച്ചാൽ ഗ്രാഫ് ഇതേപോലെ ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും, ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയല്ലേ ചെയ്യുന്നത്. ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ ഈ ഡ്രൈബിൾ ടെമ്പറേച്ചറിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്ത് മാറുന്നില്ല, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാറുന്നില്ല. അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നു, സെൻസിബിൾ കൂളിംഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയുന്നു. പക്ഷേ ഈ രണ്ട് കേസിൽ എന്ത് മാറുന്നില്ല, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ മാറുന്നില്ല. അതാണ് പ്രത്യേകത. ഇനി നമ്മുടെ ഒരു അടുത്ത ഇമ്പോർട്ടന്റ് മെയിൻ 2 പ്രോസസ്സുകളാണ് ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും. അപ്പം ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ ആഡഡ് ടു എയർ, നമ്മുടെ ഹ്യൂമിഡിറ്റി കൂട്ടുന്ന, നമ്മുടെ മോയ്സ്ചറിന്റെ ഓൾറെഡി ഹ്യൂമിഡിറ്റി ഉണ്ട്, ആ ഹ്യൂമിഡിറ്റി കൂട്ടുന്ന പ്രോസസ് ആണ് എന്ത്, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടും. എന്താണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടും. ഇനി ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ് നേരെ ഓപ്പോസിറ്റ്, മോയ്സ്ചർ റിമൂവ്ഡ് ഫ്രം എയർ, നമ്മുടെ എയറിൽ നിന്ന് ഉള്ള മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയും. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നു, ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കുറയുന്നു. ഇപ്പം ഫസ്റ്റ് പ്രോസസ് ആണെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുന്ന പ്രോസസ് ആണ്, രണ്ടാമത്തേത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുന്ന പ്രോസസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഈ 2 നമ്മുടെ കർവ്, സാച്ചുറേഷൻ കർവുകൾ നോക്കാം. ഈ 2 ഹ്യൂമിഡിറ്റി ലൈൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് നോക്കിയാൽ ഇവിടെ നോക്കുകയാൽ 1 to 2 അല്ലെ, ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്, ഈ W1 എന്നുള്ളത് W2 ആയി, അല്ലെങ്കിൽ ഇവിടെ 100% അല്ലേ, ഇവിടെ കുറഞ്ഞ് 20% വരെ അല്ലേ ആകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും കൂടുന്നുണ്ട്,
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുന്നു. ഇതിന്റെ ഗ്രാഫ് അപ്പോൾ ഹ്യൂമിഡിഫിക്കേഷന്റെ ഗ്രാഫാണ്. ഇനി ഡീഹ്യൂമിഡിഫിക്കേഷന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ആരോ മാർക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ സംഭവിക്കുന്നത് നോക്കിയേ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നു, അതേപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കുറയുന്നു. അപ്പൊ ഈ രണ്ട് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കൂടുന്നു. ഇനി ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണെങ്കിലോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കുറയുന്നു. അപ്പൊ പേര് വെച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രോസസ്സുകളാണ്. അപ്പൊ പറഞ്ഞ 4 എണ്ണം: സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കോമ്പിനേഷൻ നോക്കിയാൽ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്താണ്? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയുകയും മോയ്സ്ചർ കുറയുകയും ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിക്രീസസ് ആൻഡ് മോയ്സ്ചർ കണ്ടന്റ് ഡിക്രീസ്, രണ്ടും കുറയുന്നു. എന്താണ്? നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും കുറയുന്നുണ്ട്, അതുപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കുറയുന്നു. നമ്മൾ AC-യിലൊക്കെ നമ്മൾ സാധാരണ ഒരു ഉപയോഗിക്കുന്ന ഒരു നമുക്ക് വേണ്ട തണുപ്പല്ലേ വേണ്ടത്. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുകയും ആ ഒരു റൂമിലുള്ള എയറിന്റെ മോയ്സ്ചർ കണ്ടന്റിനെ കുറയ്ക്കുകയും ചെയ്യുന്ന പ്രോസസ് ആണ് ഈ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കുറയും, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി റേഷ്യോയും എൻതാൽപ്പിയും കുറയും. കൂടെ എന്തും കുറയുന്നുണ്ട്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കുറയുന്നുണ്ട്. അപ്പൊ എല്ലാ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി റേഷ്യോയും ഒരുപോലെ കുറയുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എന്ത്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയാം. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ടെമ്പറേച്ചർ കൂടുന്നു. അതേപോലെ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നു. അപ്പൊ രണ്ടും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും രണ്ടും ഒരേപോലെ കൂടുന്ന പ്രോസസ് ആണ് എന്ത്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് എന്താ നോക്കിയാൽ നമ്മളുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കൂടുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ കൂടുന്നുണ്ട്? ഹ്യൂമിഡിറ്റി റേഷ്യോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് എൻതാൽപ്പി, ഇതെല്ലാം കൂടെ കൂടുന്ന പ്രോസസ് ആണ് എന്ത്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സൈക്രോമെട്രിയുടെ ആപ്ലിക്കേഷൻ എവിടേക്കാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം AC-യിൽ എയർ കണ്ടീഷനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഫ്രിജറേഷൻ, HVAC എന്ന് വെച്ചാൽ എന്താ? ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അവിടെയൊക്കെ നമ്മൾ ഈ സൈക്രോമെട്രിക് ചാർട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൂളിംഗ് ടവേഴ്സ്, പിന്നെ അതുപോലെ ഡ്രൈയിങ് പ്രോസസ്സുകളിൽ ഇവിടൊക്കെയാണ് നമ്മൾ സൈക്രോമെട്രി കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒരു റിവിഷൻ നോക്കിയാൽ സൈക്രോമെട്രി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് മോയ്സ്ചർ. പിന്നെ RH നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം സാച്ചുറേഷനിലാണ് എന്ത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആകുന്നത്. പിന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ ഡ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാർട്ട് ഓഫ് കണ്ടൻസേഷൻ. നമ്മുടെ കണ്ടൻസേഷൻ, അതായത് വാട്ടർ വേപ്പർ വാട്ടർ ആയിട്ട് തിരിച്ചു വരുന്ന പ്രോസസ് ആണ് എന്ത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ കണ്ടൻസേഷൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ എന്താണ്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആണല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ യൂണിറ്റ് 10-ലെ ഒരു ചെറിയൊരു പോർഷൻ ആണ്. അപ്പൊ ഇതിൽ കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ CC-യിൽ ജോയിൻ ചെയ്യുക. CC-യിൽ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് അവൈലബിൾ ആണ്. PSC പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്